എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി പരിചയപ്പെടാം. അപ്പോൾ ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല രുചിയുള്ള കറിയാണ്. അപ്പോൾ ഇത് എനിക്കൊരു TV പ്രോഗ്രാമിൽ നിന്ന് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടതാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. പപ്പടം കറിയാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 4 വലിയ പപ്പടം വറുത്തിട്ട് അത് ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണയിൽ വറുത്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇവിടെ 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, 2 പച്ചമുളക്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, കറിവേപ്പില, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. പിന്നെ വേണ്ടത് പൊടികളാണ്. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. നിങ്ങളുടെ എരിവിനും രുചിക്കും അനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ വേണ്ടത് കടുക്, 2 വറ്റൽമുളക്. പിന്നെ ഇവിടെ തേങ്ങയുടെ 1/4 പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാലാണ്. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് കറിയാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നതാണ് അപ്പോഴും ഇതിന് നല്ലത്. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് നമുക്ക് വെന്തോ നോക്കാം. ഒരുപാടൊന്ന് പേസ്റ്റ് പോലെ ആണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുകയാണ്. വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കറക്റ്റാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക്. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. വളരെ നന്നായിട്ട് മണമൊക്കെ വരുന്നുണ്ട്. പപ്പടത്തിന് ഓൾറെഡി ഉപ്പുള്ളത് കാരണം നമ്മൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. പപ്പടമൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ തീ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അധികം തിളപ്പിക്കാനായിട്ട് പാടില്ല. തേങ്ങാപ്പാൽ ഇടാതെ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പം, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പപ്പടം കൊണ്ട് കറി ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.